ഹായ് ഓൾ, ഏവർക്കും എം ഫേവർ ലേണിംഗ് ആപ്പിലെ മറ്റൊരു പ്രധാനപ്പെട്ട സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ സിലബസിൽ സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ നല്ലൊരു റാങ്ക് മേക്കിംഗ് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഇടമാണ് പ്രോമിനന്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്, അതായത് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അപ്പോൾ ഇവിടങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് SCERT പാഠപുസ്തകത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതല്ലാതെ മുൻകാല മറ്റ് ചോദ്യങ്ങളും പ്രധാനപ്പെട്ട മറ്റ് ഫാക്റ്റുകൾ, മറ്റ് UPSC അതർ സ്റ്റേറ്റ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് കണ്ടന്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിന്റെ നോട്ടിനായിട്ട് എം ഫേവർ കേരള PSC എന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തുകൊള്ളുക. ടെലഗ്രാമിൽ എം ഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ നിന്നും നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്കിന്റെ ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് എം ഫേവർ ആപ്പിനുള്ളിൽ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് പ്രഫുല്ല ചന്ദ്ര റായ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് PC റായ്. അതുപോലെ തന്നെ വേറൊരു വ്യക്തിയും കൂടെ ഉണ്ട്. നമ്മൾ ഈ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ആയിട്ട് അദ്ദേഹത്തെ കൂടി ഓർമ്മപ്പെടുത്തി വേണം പോകേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ PC റായുമുണ്ട്, BC റായുമുണ്ട്. ശ്രദ്ധിക്കണം, PC റായ് എന്ന് പറയുന്നത് പ്രഫുല്ല ചന്ദ്ര റായ് ആരാണ്? 1901 ഇന്ത്യയുടെ ആദ്യത്തെ മരുന്ന് നിർമ്മാണ സ്ഥാപനമായ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എവിടെ? കൽക്കട്ടയിൽ സ്ഥാപിച്ച വ്യക്തിയാണ്. കോവിഡിന്റെ സമയം കഴിഞ്ഞുള്ള PSC പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യം കൂടെയായിരുന്നു ഇതെന്ന് പറയുന്നത്. ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഏത് വർഷം? 1901. എവിടെ? കൽക്കട്ടയിൽ. ആര്? പ്രഫുല്ല ചന്ദ്ര റായ്, PC റായ്. എന്നാൽ BC റായ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. BC റായ്, ബിതൻ ചന്ദ്ര റായ്. അദ്ദേഹത്തിന്റെ ജന്മദിനം ജൂലൈ 1 നമ്മുടെ ദേശീയ ഡോക്ടർ ദിനമായിട്ട് ആചരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ജനിച്ചതും മരിച്ചതും ഒരേ ദിവസം തന്നെയാണ്, ജൂലൈ 1. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. PC റായ് അഥവാ പ്രഫുല്ല ചന്ദ്ര റായ് ഒരു ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് ആയിരുന്നുവെങ്കിൽ ബിതൻ ചന്ദ്ര റായ് ഒരു പക്ക പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിന്റെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജന്മദിനം എന്ന് പറയുന്നത്, മരിച്ച ദിനവും ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. ഡോക്ടർ ബിതൻ ചന്ദ്ര റായ്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. 1896 മെർക്യൂറസ് നൈട്രേറ്റ് എന്ന ഒരു കോമ്പൗണ്ട് അദ്ദേഹം കണ്ടെത്തി. അതുപോലെ തന്നെ 1920 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്. അപ്പോൾ ഇതിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ചോദ്യം പ്രഫുല്ല ചന്ദ്ര റായുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കൊടുക്കാനാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് നൽകിയിരിക്കുന്നത്. 1924 കൽക്കട്ടയിൽ സ്ഥാപിതമായ ഇന്ത്യൻ കെമിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് അല്ലെങ്കിൽ ഫൗണ്ടർ പ്രസിഡന്റ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, അദ്ദേഹം 1901 ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എന്ന സ്ഥാപനവും കൽക്കട്ടയിൽ തന്നെയാണ് സ്ഥാപിച്ചത്. ബംഗാളിയാണ്. സോ കൽക്കട്ടയാണ് എല്ലാത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. 1924 ഇന്ത്യൻ കെമിക്കൽ സൊസൈറ്റി, കെമിക്കൽ കണ്ടു കഴിഞ്ഞാൽ പ്രഫുല്ല ചന്ദ്ര റായ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി രസതന്ത്രം അഥവാ കെമിസ്ട്രി, രസതന്ത്രത്തിന് നാഗാർജുന അവാർഡും ജീവശാസ്ത്രത്തിന് അഥവാ സുവോളജിക്ക് അശുതോഷ് മുഖർജി അവാർഡും ഏർപ്പെടുത്തിയ വ്യക്തിയാണ് പ്രഫുല്ല ചന്ദ്ര റായ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗാർജുന പുരസ്കാരം റിലേറ്റഡ് ടു കെമിസ്ട്രി, അതുപോലെ തന്നെ അശുതോഷ് മുഖർജി പുരസ്കാരം റിലേറ്റഡ് ടു സുവോളജി. അപ്പൊ രസതന്ത്രത്തിനും ജീവശാസ്ത്രത്തിനും 2 വെവ്വേറെ പുരസ്കാരങ്ങളും ഇദ്ദേഹം ഏർപ്പെടുത്തിയിരുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ ആത്മകഥ PSC ചോദ്യമാണ്. ലൈഫ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് എ
ബംഗാളി കെമിസ്റ്റ്. കണ്ടോ? അപ്പൊ ഇദ്ദേഹം കെമിസ്റ്റ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ PC റായിലേക്ക് പോവുക, പ്രഫുല്ല ചന്ദ്ര റായ്. ഇനി അതുപോലെ തന്നെ എ ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്ന പുസ്തകവും ഇദ്ദേഹമാണ് രചിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കെമിക്കൽ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ, ഫാർമസ്യൂട്ടിക്കൽ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ PC റായിലേക്ക് വരിക. 1901 അദ്ദേഹം സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, കൽക്കട്ടയിൽ. എന്നാൽ 1924 കൽക്കട്ടയിൽ സ്ഥാപിച്ച മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കെമിക്കൽ സൊസൈറ്റി. ഇദ്ദേഹം ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. മാത്രമല്ല രസതന്ത്രത്തിന് നാഗാർജുന പുരസ്കാരവും ജീവശാസ്ത്രത്തിന് അശുതോഷ് മുഖർജി പുരസ്കാരവും ഏർപ്പെടുത്തിയ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥ, ഇദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകത്തിലെല്ലാം കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡ് കാണും. ഇദ്ദേഹത്തിന്റെ ആത്മകഥ ലൈഫ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് എ ബംഗാൾ കെമിസ്റ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകം എ ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി. ഇനി ഇദ്ദേഹം അറിയപ്പെടുന്ന ചില പേരുകൾ എന്തൊക്കെയാണ്? ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇന്ത്യൻ രാസശാസ്ത്രത്തിന്റെ അഥവാ ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കലിന്റെ പിതാവെന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ശാസ്ത്രജ്ഞന്റെ വേഷത്തിലുള്ള വിപ്ലവകാരി എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ കെമിസ്ട്രിയുടെ പിതാവെന്നും ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ പിതാവെന്നും അറിയപ്പെടുന്നു. കൂടാതെ ശാസ്ത്രജ്ഞന്റെ വേഷത്തിലുള്ള വിപ്ലവകാരി എന്നറിയപ്പെടുന്നു. ഓക്കെ, പഴയ ഒരു PSC ചോദ്യമാണ്. അറിയപ്പെടുന്നത് ആരാണ്? പ്രഫുല്ല ചന്ദ്ര റായ്. എന്നാൽ ബിതൻ ചന്ദ്ര റായ്, BC റായ് ആരാണ്? മുൻ വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം ജൂലൈ 1. അദ്ദേഹം മരിച്ചതും ജൂലൈ 1 തന്നെയാണ്. ആ ദിനമാണ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു വ്യക്തിയിലേക്ക് വന്നാലോ, മേഘനാഥ് സാഹ. ഓക്കെ, മേഘനാഥ് സാഹ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ തന്നെ പ്രശസ്തി ആർജിച്ച മറ്റൊരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് മേഘനാഥ് സാഹ. ഓക്കെ, ജവഹർലാൽ നെഹ്റുവായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇന്ത്യയിലെ പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞൻ അഥവാ ആസ്ട്രോഫിസിസ്റ്റ് ആണ് ഇദ്ദേഹം. കൂടാതെ താപ അയണീകരണ സമവാക്യം അഥവാ സാഹാസ് തെർമോ അയണൈസേഷൻ ഇക്വേഷന്റെ ഉപജ്ഞാതാവൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? മേഘനാഥ് സാഹ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു ജ്യോതിശാസ്ത്രജ്ഞനാണ്. കൂടാതെ തെർമോ അയോണൈസേഷൻ ഇക്വേഷൻ, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു തെർമോ അയോണൈസേഷൻ ഇക്വേഷൻ ഒക്കെ കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മേഘനാഥ് സാഹ എന്ന് പറയുന്നത്. ഇനി ആണവോർജം അഥവാ ന്യൂക്ലിയർ എനർജി സമാധാനപരമായ ഉപയോഗത്തിന് വേണ്ടിയിട്ടായിരിക്കണമെന്ന് ശക്തമായ വാദിച്ച ഒരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹം. ഇനി 1930 അലഹബാദിൽ നാഷണൽ സയൻസ് അക്കാഡമി സ്ഥാപിച്ചു. അപ്പോൾ ഇദ്ദേഹം സ്ഥാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ സയൻസ് അക്കാഡമി. എവിടെ വെച്ച്? അലഹബാദ് എവിടെയാ? UP-യിലാണ്. അലഹബാദാണ് ഇപ്പോൾ പ്രയാഗ്രാജ് എന്ന് അറിയപ്പെടുന്നത്. 1930. മാത്രമല്ല 1934 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. പ്രഫുല്ല ചന്ദ്ര റായെ പോലെ തന്നെ ഇദ്ദേഹം ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. 1934 തന്നെ കൽക്കട്ടയിൽ ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചു. ഇത് PSC ചോദ്യമായിരുന്നു. ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മേഘനാഥ് സാഹയാണ്. ഓക്കെ, സോ നാഷണൽ സയൻസ് അക്കാഡമി ഉത്തർപ്രദേശിലെ അലഹബാദിൽ 1930 സ്ഥാപിച്ച് 4 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി എവിടെ സ്ഥാപിച്ചു? കൽക്കട്ടയിൽ സ്ഥാപിച്ചു. ഇനി 1935 പ്രഫുല്ല ചന്ദ്ര റായോടൊപ്പം ചേർന്ന് കൽക്കട്ടയിൽ ഇന്ത്യൻ സയൻസ് ന്യൂസ് അസോസിയേഷനും ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. 1938 ദേശീയ പ്ലാനിംഗ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു. അപ്പോൾ നമുക്കറിയാം 1938 ഇന്ത്യക്കൊരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. ആ കമ്മിറ്റി ഫോം ചെയ്തത് ശരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു അനുഗ്രഹ ആശംസകളോടുകൂടിയാണ്. ഈ പറയുന്ന നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ INC-യുടെ പ്രസിഡന്റ് ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസ് ആണ് അതിന് നേതൃത്വം നൽകിയത്. തുടർന്ന് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രേരണ നൽകിയ ഒരു വ്യക്തി കൂടിയാണ് മേഘനാഥ് സാഹ. അതുകൊണ്ട് അദ്ദേഹത്തെ ആ കമ്മിറ്റിയിൽ ഒരു അംഗമായിട്ട് കൊണ്ടുവരാനും സാധിച്ചു. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ
ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് അല്ല, ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലെ. അപ്പോൾ ആ ഒരു കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്ലാനിങ്, നമുക്ക് ഒരു മികവാർന്ന ആസൂത്രണവും അതിലൂടെ ഒരു രാജ്യം ആഗ്രഹിക്കുന്ന വികസനവും ലഭിക്കണമെങ്കിൽ ഇന്ത്യക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട കമ്മിറ്റി കൂടിയാണ് 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. 1950 കൽക്കട്ടയിൽ സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് സ്ഥാപിച്ചു. അപ്പോൾ ശ്രദ്ധിക്കണം, 1930 അലഹബാദിൽ നാഷണൽ സയൻസ് അക്കാദമി സ്ഥാപിച്ച വ്യക്തിയാണ്. കൂടാതെ 1934 ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി കൽക്കട്ടയിൽ സ്ഥാപിച്ച വ്യക്തിയാണ്. അതുപോലെ 1950 കൽക്കട്ടയിൽ തന്നെ സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് സ്ഥാപിച്ച വ്യക്തിയാണ്. മാത്രമല്ല ഇദ്ദേഹം ന്യൂക്ലിയർ എനർജി അഥവാ ആണവോർജത്തിന്റെ സമാധാനപരമായിട്ടുള്ള പീസ്ഫുൾ യൂസേജിനെയാണ് ഇദ്ദേഹം അംഗീകരിച്ചിട്ടുള്ളത് അല്ലെ. 1952 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചു. അതുകൊണ്ട് തന്നെ PSC നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ പാർലമെന്റിൽ അംഗമാകുന്ന ആദ്യ ശാസ്ത്രജ്ഞൻ അഥവാ സയന്റിസ്റ്റ് ആണ്. ഓക്കെ, സോ 1952 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായിട്ട് മത്സരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ലോക്സഭ മത്സരത്തിലായിരുന്നു ഇദ്ദേഹം വിജയിച്ചു വന്നിട്ടുള്ളത്. 1952 കേന്ദ്ര സർക്കാർ നിയമിച്ച കലണ്ടർ പരിഷ്കരണ സമിതി, ഓക്കെ, കലണ്ടർ റിഫോംസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു മേഘനാഥ് സാഹയുടെ ശ്രമഫലമായിട്ടാണ് 1956 ദേശീയ കലണ്ടർ അഥവാ ശക കലണ്ടർ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബംഗാളിലെ പ്രധാനപ്പെട്ട ഒരു റിവർ വാലി പ്രോജക്റ്റ് ആണ് ദാമോദർ വാലി പ്രോജക്റ്റ് അല്ലെ. അതായത് രാജ്യത്തെ ആദ്യത്തെ മൾട്ടി പർപ്പസ് വിവിധ ഉദ്ദേശങ്ങൾക്കായുള്ള ഒരു റിവർ വാലി പ്രോജക്റ്റ് ആയിരുന്നു. അതിന്റെ യഥാർത്ഥ പ്ലാൻ തയ്യാറാക്കിയത് മേഘനാഥ് സാഹയാണ്. അതുപോലെ തന്നെ എ ട്രീറ്റീസ് ഓൺ ഹീറ്റ് എന്ന പുസ്തകം ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. സാഹയുടെ ഉപദേഷ്ടാക്കൾ എന്ന് പറയുന്നത് ജഗദീഷ് ചന്ദ്ര ബോസും അഥവാ JC ബോസും ഈ പറയുന്ന പ്രഫുല്ല ചന്ദ്ര റായും ആയിരുന്നു. കൽക്കട്ടയിലെ പ്രസിഡൻസി കോളേജിൽ സാഹയുടെ സഹപാഠിയായിരുന്ന മറ്റൊരു വ്യക്തിയാണ് സത്യേന്ദ്രനാഥ് ബോസ്. അപ്പോൾ ജഗദീഷ് ചന്ദ്ര ബോസും പ്രഫുല്ല ചന്ദ്ര റായും ഒക്കെ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു സമകാലികരാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ജഗദീഷ് ചന്ദ്ര ബോസിന്റെ ഒക്കെ ശിഷ്യരായിരുന്നു ആരെന്ന് പറയുന്നത് ഈ പറയുന്ന മേഘനാഥ് സാഹയും അതുപോലെ തന്നെ സത്യേന്ദ്രനാഥ് ബോസ് ഒക്കെ. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ നമ്മൾ മേഘനാഥ് സാഹയെ കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ്? അദ്ദേഹം ഒരു ഫിസിക്സ്റ്റ് ആണ്, ജ്യോതി ശാസ്ത്രജ്ഞനാണ്, സാഹാസ് തെർമോ അയോണിക് ഇക്വേഷൻ ഉപജ്ഞാതാവാണ്. അതുപോലെ തന്നെ 1930 അലഹബാദിൽ നാഷണൽ സയൻസ് അക്കാദമി ഫോം ചെയ്തു. 1934 കൽക്കട്ടയിൽ ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചു. അതുപോലെ തന്നെ 1950 കൽക്കട്ടയിൽ തന്നെ സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ ഗുരുതുല്യമായിട്ടുള്ള പ്രഫുല്ല ചന്ദ്ര റായോടൊപ്പം ചേർന്ന് കൽക്കട്ടയിൽ ഇന്ത്യൻ സയൻസ് ന്യൂസ് അസോസിയേഷൻ സ്ഥാപിച്ചു. പാർലമെന്റിലേക്ക് മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് ആര്? മേഘനാഥ് സാഹ. 1952 ഈ പറയുന്ന നമ്മുടെ ആദ്യ ജനറൽ ഇലക്ഷൻ ആയിരുന്നു ലോക്സഭയിലേക്കുള്ള അല്ലെ. ഇനി 1952 കേന്ദ്ര സർക്കാർ നിയമിച്ച ഒരു കമ്മീഷനാണ് എന്താ? കലണ്ടർ റിഫോംസ് കമ്മിറ്റി, കലണ്ടർ പരിഷ്കരണ സമിതി. അതിന്റെ അധ്യക്ഷനായിരുന്നു മേഘനാഥ് സാഹ. അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് 1956 ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ആയിട്ടുള്ള ശക കലണ്ടർ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ദാമോദർ വാലി പദ്ധതിയുടെ ഉപജ്ഞാതാവാണ്, അതിന്റെ പ്ലാൻ തയ്യാറാക്കിയ വ്യക്തിയാണ്, ട്രീറ്റീസ് ഓൺ ഹീറ്റ് എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഗുരുതുല്യരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് പ്രഫുല്ല ചന്ദ്ര റായും, ശ്രദ്ധിക്കണം, ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. ജഗദീഷ് ആണ്. ഓക്കെ, ജെ കഴിഞ്ഞിട്ടാണ് എസ് വരുന്നത് അല്ലെ. സത്യേന്ദ്രനാഥ് ബോസ്. അപ്പോ ജെ കഴിഞ്ഞിട്ടാണ് എസ് വരുന്നത്. അപ്പൊ നോക്കിക്കോളാം, ആ ഒരു കാലഘട്ടം, ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് മനസ്സിലാക്കിക്കോളാം. അപ്പോ മേഘനാഥ് സാഹയുടെ സഹപാഠിയായിരുന്ന വ്യക്തി, കൽക്കട്ടയിലെ പ്രസിഡൻസി കോളേജിൽ സഹപാഠിയായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സത്യേന്ദ്രനാഥ് ബോസ് എന്ന് പറയുന്നത്. സത്യേന്ദ്രനാഥ് ബോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സത്യേന്ദ്രനാഥ് ബോസിനെ കുറിച്ച് നമുക്ക് നോക്കിയാലോ. ബോസ് ഐൻസ്റ്റീൻ ഇക്വേഷൻ
ആ ഒരു നിയമത്തിന്റെ ഉപജ്ഞാതാവാണ് സത്യേന്ദ്രനാഥ് ബോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോസ് ഐൻസ്റ്റീൻ സമീകരണം അഥവാ ബോസ് ഐൻസ്റ്റീൻ ഇക്വേഷന്റെ ആ ഒരു നിയമത്തിന്റെ ഉപജ്ഞാതാവാണ് സത്യേന്ദ്രനാഥ് ബോസ്. ബോസോണുകളെ അതിശീതാവസ്ഥയിൽ എത്തിക്കുമ്പോൾ, അതായത് വെരി കൂളിംഗ് ആ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തിക്കുമ്പോൾ ബോസ് ഐൻസ്റ്റീൻ സംഘടനാതാവസ്ഥ അഥവാ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന മറ്റൊരു മാറ്റർ അവിടെ രൂപപ്പെടുന്നു. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ്, ദാറ്റ് മീൻസ് ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പറയുന്നത്. അപ്പോൾ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് ആരുടെ പേരുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? ജഗദീഷ് ആണോ? അല്ല, സത്യേന്ദ്രനാഥ് ബോസ് അഥവാ SN ബോസ് ആണ്. ഓക്കെ, ബോസ് ഐൻസ്റ്റീൻ ഇക്വേഷൻ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അല്ലെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹവും 1944 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൽ നമ്മൾ പറഞ്ഞു, പ്രഫുല്ല ചന്ദ്ര റായ് പ്രസിഡന്റ് ആയിട്ടുണ്ട്, മേഘനാഥ് സാഹ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇനി 1948 ബംഗീയ വിജ്ഞാൻ പരിഷത്ത് എന്ന ശാസ്ത്ര സംഘടനയ്ക്ക് രൂപം നൽകി. സംഘടനാ പ്രസിദ്ധീകരണമാണ് ഈ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് അതർ സ്റ്റേറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചതിന് ശേഷം അല്ലെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജസ്ഥാൻ അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം ഉണ്ട്, ആ പരീക്ഷയിൽ ചോദിച്ചു. 6 മാസത്തിന് ശേഷം അതേ ചോദ്യ പേപ്പറിലെ 3 ചോദ്യങ്ങൾ കറക്റ്റായിട്ട് വന്നപ്പോഴേക്കും അതിലൊന്നായിരുന്നു ഇതെന്ന് പറയുന്നത്. എന്താണ്? ബംഗീയ വിജ്ഞാൻ പരിഷത്ത് എന്ന ശാസ്ത്ര സംഘടന രൂപവൽക്കരിച്ചതാര്? വർഷം കൂടി ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, 1948 സത്യേന്ദ്രനാഥ് ബോസ്. ഈ ഒരു സംഘടനയുടെ പ്രസിദ്ധീകരണം നോക്കിക്കോളുക, ഞാൻ ഞാൻ അഥവാ വിജ്ഞാനവും ശാസ്ത്രവും. ഇനി 1952 രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. അപ്പോൾ ശ്രദ്ധിച്ചോളുക, 2 കൂട്ടുകാർ ഒരുമിച്ച് പാർലമെന്റിലേക്ക് വന്നു. പക്ഷെ ആദ്യം വന്നത് 1952 ലോക്സഭയിലേക്ക് നേരിട്ട് മത്സരിച്ച് സ്വതന്ത്രനായിട്ട് വിജയിച്ച് വന്ന മേഘനാഥ് സാഹ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എന്നുള്ള പേര് മേഘനാഥ് സാഹയ്ക്ക് പോയി. ഓക്കെ, എന്നാൽ ഇന്ത്യയുടെ പാർലമെന്റിന്റെ മറ്റൊരു ഹൗസ് ആയിട്ടുള്ള 2 ഹൗസ് ആണല്ലോ, ലോക്സഭയും രാജ്യസഭയും. ഈ പറയുന്ന രാജ്യസഭയിലേക്ക് നേരിട്ടുള്ള ഇലക്ഷൻ അല്ലല്ലോ, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണല്ലോ, അല്ലെങ്കിൽ ആളുകളെ നോമിനേറ്റ് ചെയ്യാം. രാജ്യസഭയിലേക്ക് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളല്ല രാജ്യസഭാ അംഗങ്ങളെ തീരുമാനിക്കുന്നത്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, അവരിൽ നിന്നുമാണ് ശരിക്കും അല്ലെ, അവരിൽ നിന്നുമാണ് ശരിക്കും രാജ്യസഭയിലേക്ക് ആര് പോകണമെന്ന് തീരുമാനിക്കുന്നത്. കൂടാതെ രാജ്യസഭയിലേക്ക് പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ അത്തരത്തിൽ 1952 രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ MP, അതായത് ഈ പറയുന്ന ആദ്യത്തെ ശാസ്ത്രജ്ഞനായ MP എന്ന് പറയണം കേട്ടോ. 1952 പാർലമെന്റിന്റെ ഭാഗമായിട്ടുള്ള രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ശാസ്ത്രജ്ഞൻ. അപ്പോ രാജ്യസഭയിൽ നോമിനേറ്റഡ് MP ആകുന്ന ആദ്യ ശാസ്ത്രജ്ഞൻ ആരാണ്? സത്യേന്ദ്രനാഥ് ബോസ് ആണ്. 1954 ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. പത്മ പുരസ്കാരങ്ങളിൽ ഏറ്റവും വലുത്, സിവിലിയൻ ബഹുമതികളിൽ ഏറ്റവും രണ്ടാമത്തേത്. ആദ്യത്തേത് ഭാരത് രത്നയാണ്, സിവിലിയൻ ബഹുമതികളിൽ ഒന്നാമതെന്ന് പറയുന്നത്. രണ്ടാമതാണ് ഈ പറയുന്ന പത്മ പുരസ്കാരങ്ങൾ വരുന്നത് അല്ലെ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. 1986 രൂപവൽക്കരിച്ച SN ബോസ് നാഷണൽ സെന്റർ ഫോർ ബേസിക് സയൻസസ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, ബോസ് ഐൻസ്റ്റീൻ ഇക്വേഷൻ, അതുപോലെ തന്നെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, മാറ്ററിന്റെ 5ാമത്തെ ഘടന അല്ലെ. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം. 1948 ഫോം ചെയ്ത ശാസ്ത്ര സംഘടന ഏതാണ്? ബംഗീയ വിജ്ഞാൻ പരിഷത്ത്. ഈ പറയുന്നവരെല്ലാം ബംഗാളുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. 1952 രാജ്യസഭ നോമിനേറ്റഡ് MP ആകുന്ന ആദ്യ ശാസ്ത്രജ്ഞൻ. 54 പത്മവിഭൂഷൺ പുരസ്കാരം നേടി. 1986 കേന്ദ്രം ഫോം ചെയ്ത ഈ പറയുന്ന SN ബോസ് നാഷണൽ സെന്റർ ഫോർ ബേസിക് സയൻസസ് എവിടെയാ ഫോം ചെയ്തിരിക്കുന്നത്? എവിടെയാ സ്റ്റാർട്ട് ചെയ്തത്? കൊൽക്കത്തയിലാണ്. ഓക്കെ, ഇനി ഇവരുടെയൊക്കെ ഗുരുതുല്യനായ മറ്റൊരു വ്യക്തിയാണ് JC ബോസ് അഥവാ
ജഗദീഷ് ചന്ദ്രബോസ്. ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. സസ്യങ്ങളുടെ അനുനിമിഷമുള്ള വളർച്ചയും അവയുടെ പ്രതികരണങ്ങളും മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ക്രെസ്കോഗ്രാഫ് എന്ന ഉപകരണം കണ്ടുപിടിച്ച വ്യക്തിയാണ് JC ബോസ് എന്ന് പറയുന്നത്. ഒരു പ്ലാന്റിന്റെ വളർച്ച കൃത്യമായി നിരീക്ഷിച്ച് അത് കണ്ടെത്താൻ സാധിക്കുന്ന, അതിന്റെ വയസ്സ് വരെ കണ്ടെത്താൻ, വളർച്ച കൃത്യമായിട്ട് അളക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. അത് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. ഓക്കെ, 1890-കളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വയർലെസ് ആശയവിനിമയത്തിന്, വയർലെസ് കമ്മ്യൂണിക്കേഷന് തുടക്കമിട്ട ശാസ്ത്രജ്ഞൻ കൂടിയാണ് ജഗദീഷ് ചന്ദ്ര ബോസ്. ഇതാണ് പിൽക്കാലത്ത് നമ്മുടെ മാർക്കോണിക്ക് റേഡിയോ കണ്ടുപിടിക്കാനൊക്കെ സഹായമായിട്ടുള്ളത്. സോ 1890-കളിൽ തന്നെ വയർലെസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ലോകത്തിലെ ആദ്യ വ്യക്തി കൂടിയാണ് അദ്ദേഹം. കൽക്കട്ടയിലെ തന്റെ പരീക്ഷണശാലയിൽ വെച്ച് വൈദ്യുത കാന്തിക തരംഗങ്ങൾ അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉൽപ്പാദിപ്പിക്കുകയും അവയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. 1917 കൽക്കട്ടയിൽ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഇദ്ദേഹം അറിയപ്പെടുന്ന പേരുകൾ നോക്കിയേ. ഈ പറയുന്ന റേഡിയോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയുടെ റേഡിയോ സയൻസ് പിതാവ് എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അഥവാ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ആധുനിക ശാസ്ത്ര ഗവേഷണത്തിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താ പഠിച്ചത്? യെസ്, ക്രെസ്കോഗ്രാഫ്, അതായത് ഈ പറയുന്ന സസ്യങ്ങളുടെ വളർച്ച അളക്കാൻ സഹായിക്കുന്ന ഉപകരണം, ഇൻസ്ട്രുമെന്റ് ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചു. 1890-ൽ വയർലെസ് ആശയവിനിമയം അഥവാ വയർലെസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് നേതൃത്വം നൽകി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പരീക്ഷണശാലയിൽ വെച്ച് ഉൽപ്പാദിപ്പിച്ച സംഗതിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. കൂടാതെ 1917-ൽ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. റേഡിയോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം കാര്യമായ റിസർച്ചുകൾ നടത്തിയത് കൊണ്ട് തന്നെ ഇന്ത്യൻ റേഡിയോ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. മാത്രമല്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ തന്നെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം ആധുനിക ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരുന്നത് സൗത്ത് ഇന്ത്യക്കാരനായ ഒരു വ്യക്തിയാണ്. മൈസൂറിന്റെ ദിവാനായിട്ടൊക്കെ നിലനിന്നിരുന്ന മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ കൂടിയാണ്. ഓക്കെ, അപ്പോ വിശ്വേശ്വരയ്യയുടെ ജന്മദിനം എന്ന സെപ്റ്റംബർ 5 ഇന്ത്യയുടെ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. ആധുനിക മൈസൂർ നഗരത്തിന്റെ ശില്പിയാണ്. കൂടാതെ മൈസൂരിലെ ദിവാൻ പദവി വഹിച്ചിട്ടുണ്ട്. ജലസ്രോതസ്സുകൾ, വാട്ടർ റിസോഴ്സസ് പ്രയോജനപ്പെടുത്തുന്നതിൽ വിശ്വേശ്വരയ്യ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് കൃഷ്ണരാജ സാഗർ അണക്കെട്ട്, അതിന്റെ ശില്പി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ ഗ്രേറ്റ് കൃഷ്ണരാജ സാഗർ ഡാം അണക്കെട്ടിന്റെ ശില്പി. ഇദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ്. ഇന്ത്യക്ക് ഒരു സ്വന്തമായിട്ടുള്ള ഒരു പ്ലാനിങ് പ്രോസസ്സ് മുന്നോട്ട് വെച്ച ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ മൈസൂർ ദിവാനായിരുന്നു. മൈസൂർ സോപ്പ് ഫാക്ടറി, ബാംഗ്ലൂർ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്നിവയുടെ രൂപവൽക്കരണത്തിന് നേതൃത്വം നൽകി. 1913 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്ഥാപിച്ചു. 1923 10 വർഷം കഴിഞ്ഞ് വിശ്വേശ്വരയ്യ ഇരുമ്പ് ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിക്കപ്പെട്ട് എവിടെയാണെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഭദ്രാവതി, കർണാടക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1923 കർണാടകയിലെ ഭദ്രാവതിയിൽ സ്ഥാപിച്ച സ്റ്റീൽ ആൻഡ് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരുടെ പേരിൽ അറിയപ്പെടുന്നത്? ഈ പറയുന്ന വിശ്വേശ്വരയ്യയുടെ പേരിലാണ്. ഓക്കെ, സോ ആദ്യകാലത്ത് മൈസൂർ ഇരുമ്പ് കമ്പനി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മൈസൂരിന്റെ ദിവാനും മൈസൂരിന്റെ വികസനങ്ങൾക്ക് ഒട്ടനവധി കോൺട്രിബ്യൂഷൻസ് നൽകിയത് കൊണ്ടാണ് ഈ പറയുന്ന വിശ്വേശ്വരയ്യയുടെ പേരിൽ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നിപ്പോൾ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലോക്ക് ഇറിഗേഷൻ സിസ്റ്റം, ഓട്ടോമാറ്റിക് ഫ്ലഡ് ഗേറ്റ് എന്നിവ കണ്ടുപിടിച്ച വ്യക്തിയാണ്. നമ്മുടെ ഹൈദരാബാദിൽ വെള്ളമെത്തിക്കുന്ന നദി അല്ലെ, മുസി നദിയിലെ വെള്ളപ്പൊക്കത്തിൽ നിന്നും ഹൈദരാബാദ് നഗരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം. 1934 പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. അതുകൊണ്ട് തന്നെ 1934 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആസൂത്രണം ചെയ്ത ആദ്യകാലങ്ങളിൽ തന്നെ ഇന്ത്യയുടെ പ്ലാനിങ് കൃത്യമായിട്ട് റെഡിയാക്കി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 15
ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമാണ്. മാത്രമല്ല ഇദ്ദേഹം മൈസൂരിന്റെ ദിവാനായിരുന്നു. മൈസൂരിലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഇദ്ദേഹം നേതൃത്വം നൽകി. മൈസൂരിലെ കൃഷ്ണരാജ സാഗർ ഡാം അണക്കെട്ടിന്റെ ശില്പിയാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് മൈസൂർ സോപ്പ് ഫാക്ടറി, ബാംഗ്ലൂർ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. 1913 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്ഥാപിച്ചു. 1923 സ്ഥാപിക്കപ്പെട്ട മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കർണാടകയിലെ ഭദ്രാവതിയിൽ സ്ഥിതി ചെയ്യുന്നു. അത് ഇപ്പോൾ അറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യയുടെ പേരിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ബ്ലോക്ക് ഇറിഗേഷൻ സിസ്റ്റം, ഓട്ടോമാറ്റിക് ഫ്ലഡ് ഗേറ്റ് എന്നിവ ഇദ്ദേഹം കണ്ടുപിടിച്ചു. ഇനി ഹൈദരാബാദിന് വെള്ളമെത്തിക്കുന്ന മുസി നദിയിൽ അവിടുത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്നും ഹൈദരാബാദിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് പ്രോജക്റ്റിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം. 1934 ഇദ്ദേഹം പുറത്തിറക്കിയ പുസ്തകമാണ് പ്ലാൻ ടെക്നോമി ഫോർ ഇന്ത്യ. അതിലാണ് ഇന്ത്യയുടെ പ്ലാനിംഗ് പ്രോസസ്സിനെ പറ്റി കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള വിശകലനം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ശ്രീനിവാസ രാമാനുജൻ എന്നുള്ള ഒരു പേരാണ്. രാമാനുജന്റെ ജന്മദിനം ഡിസംബർ 22 നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആണ്, അഥവാ ദേശീയ ഗണിത ശാസ്ത്ര ദിനമാണ്. ഹാർഡി രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക പരീക്ഷകളിലും ഇനി ചോദിക്കാൻ പരീക്ഷകളൊന്നുമില്ല. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ദ സ്മാളസ്റ്റ് നമ്പർ that can be represented in two ways as a sum of two cubes. അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ 1729 1729 എന്ന് പറയുന്നതാണ് ഹാർഡി രാമാനുജൻ നമ്പർ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി. അതായത് 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ് എന്ന് പറയുന്നത് 1729 ആണ്. അതുപോലെ തന്നെയാണ് 9 ക്യൂബ് പ്ലസ് 10 ക്യൂബും 1729 ആണ്. തത്വത്തിൽ 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ് ഇസ് ഈക്വൽ ടു ഈ പറയുന്ന 9 ക്യൂബ് പ്ലസ് 10 ക്യൂബ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന, അപ്പൊ നോക്കിയേ, വ്യത്യസ്ത, അതായത് ഈ പറയുന്ന 2 ക്യൂബുകളുടെ സമ്മായി 2 ക്യൂബുകൾ 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ്, അതുപോലെ തന്നെ 9 ക്യൂബ് പ്ലസ് 10 ക്യൂബ്, ഇങ്ങനെ 2 ക്യൂബുകളുടെ സമ്മായിട്ട് 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് 1729. എന്താണ്? 2 ക്യൂബുകളുടെ സമ്മായി 2 തവണ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് 1729. അതാണ് ഹാർഡി രാമാനുജൻ നമ്പർ എന്നറിയുന്നത്. ദൈവികമായ ഒരു ചിന്ത പ്രതിഫലിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു സമവാക്യവും എനിക്കൊന്നുമല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ശ്രീനിവാസ രാമാനുജൻ. പഴയ SCERT പാഠപുസ്തകത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ ഫെല്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട 2ാമത്തെ ഇന്ത്യക്കാരനായിരുന്നു. അതുപോലെ തന്നെ പൈ 3.14 അഥവാ 22/7 പൈയുടെ കണക്കുകൂട്ടലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഡിസംബർ 22 നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആണ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബർ 22 നാഷണൽ മാത്തമാറ്റിക്സ് ഡേ. രാമാനുജന്റെ ബർത്ത്ഡേ ആണ്. 1729 എന്ന് പറയുന്നത് 1729 എന്ന് പറയുന്നത് ഹാർഡി രാമാനുജൻ സംഖ്യ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ വിശേഷണം, ദൈവികമായ ഒരു ചിന്ത പ്രതിഫലിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു സമവാക്യം, ഒരു ഇക്വേഷനും തനിക്കൊന്നുമല്ല എന്നുള്ളതാണ് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുള്ളത്. ലണ്ടൻ റോയൽ സൊസൈറ്റിയുടെ ഫെല്ലോ ആയിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പൈയുടെ കണക്കുകൂട്ടലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് CV രാമനാണ്. CV രാമൻ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ചന്ദ്രശേഖര വെങ്കിട്ട രാമനാണ്. ദ്രാവകങ്ങളിലെ ദ്രാവകം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫ്ലൂയിഡ്, ലിക്വിഡ് ആണ്. ദ്രാവകങ്ങളിലെ പ്രകാശത്തിന്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് വിസരണം, റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന രാമൻ പ്രഭാവം, രാമൻ എഫക്റ്റ് അല്ലെ. സോ ഈ രാമൻ എഫക്റ്റ് എന്ന കണ്ടെത്തലിനാണ് 1930 ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒട്ടനവധി തവണ ഇത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ പറയുന്ന രാമൻ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവ. അപ്പോൾ ദ്രാവകങ്ങളിലെ പ്രകാശം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ
ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നു. ഒരു ഗ്ലാസ്സിൽ ലൈറ്റ് പാസ് ചെയ്ത് പോയി അത് സ്കാറ്റർ ചെയ്യപ്പെടുകയാണ്, വിസരണം ചെയ്യപ്പെടുകയാണ് കേട്ടോ. വിസരണം, സ്കാറ്ററിങ് എന്ന് പറയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ് ആ ലൈറ്റ് സ്കാറ്ററിങ് എഫക്റ്റ് എന്ന് പറയാം, രാമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ എന്താണ് കണ്ടുപിടുത്തത്തിനാണ് 1930 ഈ പറയുന്ന നൊബേൽ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, ലൈറ്റിന്റെ വേവ് ലെങ്തിനൊക്കെ ചേഞ്ച് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഭൗതിക ശാസ്ത്രത്തിലെ നൊബേൽ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്, അതായത് ഫിസിക്സുമായി ബന്ധപ്പെട്ട്. ഇനി ഭൗതിക ശാസ്ത്രത്തിൽ ആദ്യമായി നൊബേൽ സമ്മാനം നേടിയ ഏഷ്യക്കാരനാണ് CV രാമൻ. CV രാമൻ രാമൻ പ്രഭാവം കണ്ടെത്തിയതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഫെബ്രുവരി 28 എന്ന് പറയുന്നത് നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. ബാംഗ്ലൂരു സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഡയറക്ടർ ആയിരുന്നു ഇദ്ദേഹം. 1948 രൂപവൽക്കരിച്ച രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരു തന്നെയാണ്. 1954 ഈ പറയുന്ന ആദ്യകാലത്ത് ഭാരതരത്ന നേടിയ ആളുകളിൽ ഒന്നായിരുന്നു CV രാമൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ചന്ദ്രശേഖര വെങ്കിട്ട രാമൻ, രാമൻ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, ലൈറ്റ് സ്കാറ്ററിങ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ലൈറ്റ് ഇത്തരത്തിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നു, ചേഞ്ച് ഇൻ വേവ് ലെങ്ത്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന പഠനത്തിന് 1930 ഏഷ്യയിൽ നിന്നും ഫിസിക്സിൽ നൊബൽ പ്രൈസ് നേടുന്ന ആദ്യ വ്യക്തിയായിട്ട് മാറി CV രാമൻ. അദ്ദേഹം ഈ കണ്ടെത്തലുകൾ നടത്തിയ ദിവസം ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ എന്ന് പറയുന്നു. മാത്രമല്ല ബാംഗ്ലൂരു സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഡയറക്ടർ ആയിരുന്നു. 1948 രൂപവൽക്കരിച്ച രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ, അദ്ദേഹം ബാംഗ്ലൂർ ബേസ്ഡ് ആണ്, ബാംഗ്ലൂര്. 1954 ഭാരതരത്നയും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ശാന്തി സ്വരൂപ് ഭട്നാഗർ ആണ്. ഓക്കെ, ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ സയൻസ് ഫീൽഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് കേന്ദ്ര തലത്തിൽ തന്നെ. ഓക്കെ, 1942 രൂപവൽക്കരിച്ച കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അഥവാ CSIR എന്ന സ്ഥാപനത്തിന്റെ ആദ്യത്തെ ഡയറക്ടർ ആയിരുന്നു ശാന്തി സ്വരൂപ് ഭട്നാഗർ. അപ്പോൾ ഈ പറയുന്ന കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അല്ലെ, CSIR-ഉമായിട്ട് ബന്ധപ്പെട്ട് ചില പരീക്ഷകളൊക്കെ നമ്മൾ കണ്ടു കാണും. നിങ്ങൾ അല്ലെ, ഈ പറയുന്ന CSIR എന്ന് പറയുന്ന CSIR നോട്ടിഫൈ ചെയ്ത് പല ജോബ് വേക്കൻസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അഗ്രികൾച്ചർ അതുപോലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് ആ പരീക്ഷകൾ എഴുതാൻ പറ്റും. ഓക്കെ, സോ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR സ്ഥാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ ആദ്യ ഡയറക്ടർ, അതുകൊണ്ട് തന്നെയാണ് സ്ഥാപക ഡയറക്ടർ എന്ന് പറയുന്നത്. മാത്രമല്ല UGC 1953 സ്ഥാപിച്ചു, 1956 സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ലഭിച്ചു. ആ പറയുന്ന UGC ഈ പറയുന്ന നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളെ മേൽനോട്ടം വഹിക്കുന്ന യൂണിയൻ ഗ്രാൻസ് കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ. 1953 നാഷണൽ റിസർച്ച് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 1958 മുതൽ ഇന്ത്യയിലെ മികച്ച ശാസ്ത്രജ്ഞർക്കായി ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്കുള്ള ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം കേന്ദ്ര തലത്തിൽ ഏർപ്പെടുത്തി. അത് ഏർപ്പെടുത്തിയത് CSIR, അദ്ദേഹം സ്ഥാപക ഡയറക്ടറായിട്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി PSC ചോദ്യമായിരുന്നു, കരിയമാണിക്കം ശ്രീനിവാസ കൃഷ്ണൻ. പുരസ്കാരം നേടിയ ആദ്യ മലയാളി എന്ന് പറയുന്നത് CV സുബ്രഹ്മണ്യനാണ്. ഈ പറയുന്ന ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം നേടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. മാത്രമല്ല അദ്ദേഹത്തിന് MS സ്വാമിനാഥൻ പുരസ്കാരം ലഭിച്ചു 1961. മാത്രമല്ല പത്മഭൂഷൺ പുരസ്കാരം 1954 പത്മഭൂഷൺ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം. സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഫീൽഡിൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണ്. ഇത് ആദ്യം നേടിയ വ്യക്തി കരിയമാണിക്കം ശ്രീനിവാസ കൃഷ്ണൻ, ആദ്യം നേടിയ മലയാളി CV സുബ്രഹ്മണ്യൻ. അതുപോലെ തന്നെ അന്തരിച്ചു പോയ MS സ്വാമിനാഥന് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം ലഭിച്ച വർഷം എന്ന് പറയുന്നത് 1961. 54 ഈ പത്മഭൂഷൺ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ശാന്തി സ്വരൂപ് ഭട്നാഗർ. ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ
സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ഇദ്ദേഹം. ഇന്ത്യയിലെ ഗവേഷണ ലബോറട്ടറികളുടെ റിസർച്ച് ലബോറട്ടറികളുടെ പിതാവ് എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു. എല്ലാവർക്കും അറിയാം 1958 ആദ്യ കാല ശാസ്ത്ര നയത്തിലൂടെയാണ് കേന്ദ്രം ധാരാളം ഈ പറയുന്ന റിസർച്ച് ലബോറട്ടറികളും മറ്റ് ദേശീയ സ്ഥാപനങ്ങളും ഗവേഷണങ്ങൾക്കായിട്ട് സ്ഥാപിക്കണമെന്നുള്ള ആശയം മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഗവേഷണ ലബോറട്ടറികളുടെ റിസർച്ച് ലബോറട്ടറികളുടെ പിതാവെന്നും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പിതാവെന്നുമൊക്കെ ഇദ്ദേഹം അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ CSIR ഒരു പുരസ്കാരം കൊണ്ടുവന്നിട്ടുള്ളത്. അത് ആദ്യം നേടിയ വ്യക്തി PSC ചോദ്യമാണ്, വീണ്ടും വീണ്ടും എടുത്ത് പറയാണ്, കരിയമാണിക്യം ശ്രീനിവാസ കൃഷ്ണൻ. പുരസ്കാരം നേടിയ ആദ്യ മലയാളി CV സുബ്രഹ്മണ്യൻ. PSC ഒരേ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം MS സ്വാമിനാഥൻ ലഭിച്ച വർഷം 1961. ഈ പറയുന്ന വ്യക്തിക്ക് പത്മഭൂഷൺ ലഭിച്ചത് 1954. ഓക്കെ, സോ അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു. സോ നോട്ട് ഡൗൺലോഡ് ചെയ്തുകൊള്ളുക എംഫേവർ കേരള PSC ടെലഗ്രാം ചാനലിൽ നിന്നും. ഓക്കെ, താങ്ക് യു.